എന്റെ അമ്മയുടെ പലതും ചോദിക്കുന്നുണ്ട്, എന്നെ ഇത്രയും ടവൽ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. പലതും ടവലല്ല, ചെറുത് വേറെ ഐറ്റംസ് ഒക്കെയാണ്. നമുക്ക് എല്ലാം പതുക്കെ പഠിച്ച് പോവാം. ഇതിൽ ഐ തിങ്ക് 99% സാധനങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമല്ലോ. ഓക്കെ, ഞാൻ ചില സാധനം അത് എടുക്കണം. ഞാൻ ജനിച്ചപ്പെട്ട ഡ്രസ്സ് നമ്മള് ഒട്ടും അവരെ എന്താ പറയുക, ജെൻഡർ സംഭവമായിട്ടല്ല. പെൺകൊച്ചാണെങ്കിലും ആൺകൊച്ചാണെങ്കിലും ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും നോക്കുന്നില്ല. അത് നമ്മൾ ഏത് ഐറ്റംസ് ആയാലും ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് നോട്ടിച്ചിട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിങ്ക്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് ജെൻഡർ അറിയാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. നമ്മൾ വി ജസ്റ്റ് മിക്സ്ഡ്. പിന്നെ പല സാധനങ്ങളും നമ്മൾ കടയിൽ പോകുമ്പോൾ ഈ ബെഡ് പോലത്തെ ഐറ്റംസ് ഒക്കെ കൊള്ളാമെന്നുള്ളത് നോക്കി നമ്മളത് എടുത്തു. നമ്മൾ കളർ നോക്കാൻ നിന്നില്ല, ജസ്റ്റ് കൊള്ളാമെന്നുള്ളത് തന്നെ എടുത്തു. എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് ബ്ലൈൻഡ് ആയിട്ടാണ് എല്ലാവരും എടുത്ത സാധനങ്ങൾ. സോ വി ഹാവ് എ മിക്സ് ഓഫ് സോ മെനി പേസ്റ്റൽ ഷീറ്റ്സ്. അപ്പൊ നമുക്ക് പല കാര്യങ്ങളിലോട്ട് കിടക്കാം, എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്തിനുള്ളതായത് ലോണ്ട്രി ഡിറ്റർജന്റ്. ബേബിയുടെ ക്ലോത്ത്സ് മൊത്തം നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാം വാഷ് ചെയ്തിട്ട് അല്ലേ? കയ്യിൽ വാഷ് ചെയ്ത് എല്ലാം വാഷിംഗ് മെഷീൻ പോലും ഇല്ല. അതെന്തുകൊണ്ടാണ് നമ്മൾ സാധാരണ ഡിറ്റർജന്റ് യൂസ് ചെയ്യാത്തത്? പക്ഷെ ഒരു ഉടുപ്പ് കഴുകാൻ ആ ജെന്റിൽനെസിന്റെ ആവശ്യമുണ്ട്. നമ്മുടെയൊക്കെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യണം. ഇപ്പൊ വാഷിംഗ് മെഷീനിലൊക്കെ ഇടുന്ന ലിക്വിഡ്സ് ഒക്കെ യൂസ് ചെയ്താൽ അതിന്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലൊക്കെയാണ് ഇടുന്നതെങ്കിൽ ബേബിക്ക് റാഷ് ഒക്കെ വരും. ഐ മീൻ വി ഷുഡ് സി, നമുക്ക് മാർക്കറ്റിൽ ഇതുള്ളപ്പോൾ വി ഷുഡ് യൂസ് ഇറ്റ്. ഓക്കെ, ഒരു പേരിന്. ഓക്കെ, അടുത്ത ബേബി ജെന്റിൽ വാഷ്. ബേബിക്ക് വാഷ് ചെയ്യാനുള്ള ബ്രാൻഡാണ്. ജെന്റിൽ വാഷ് എന്തിനു വേണ്ടിയുള്ളതാണ്? വാഷ് ചെയ്യാനുള്ളത്. ഷാംപൂ ആണോ ബോഡി വാഷ് ആണോ? ജെന്റിൽ വാഷ് മറ്റേ ബോഡി വാഷ് അല്ലേ? സോപ്പിന് പകരം യൂസ് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അടുത്തത് നമ്മുടെ ബേബിക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ ഇങ്ങനെ തേച്ച് ബേബിയുടെ സ്കിൻ വളർന്നാന്ന് വരും. ഓയിൽ നമ്മളെപ്പോഴും നമുക്ക് എന്താ പറയുക, ഒരു മെഷീന് നമ്മൾ ഓയിൽ ഇട്ടുമ്പോൾ നമ്മുടെ ജോയിന്റ്സും കാര്യങ്ങളും ബന്ധുക്കളാണ് അവരെ. കുഞ്ഞു ടവൽ കുട്ടി എല്ലാം മറ്റേ തുടങ്ങി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. അകത്ത് കിടത്തിയിട്ട് റാപ്പ് ചെയ്ത് നമുക്ക് കാറിലൊക്കെ പോകുമ്പോ ന്യൂ ബോൺ ആയിരിക്കും 2-3 മാസമൊക്കെ ഇങ്ങനെ അതിനകത്ത് കിംസിലൊക്കെ ബേബിയെ കണ്ടില്ലേ, സ്റ്റിഫായിരിക്കും. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ഇതിലായിരിക്കും കൊണ്ടുപോകുന്ന പോലെ അല്ലേ? ബേബി വരെ കിടത്തിക്കൊണ്ട് പോകുള്ളൂ. അത് വാങ്ങിയില്ല, അത് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അത് വാങ്ങണം, അതും വേണം. ഇത് ബെഡിൽ വെക്കാവുള്ളൂ, മറ്റേ മോസ്കിറ്റോ നെറ്റോട് കൂടി എല്ലാം ഉള്ള അത് വൈകൊണ്ടല്ലേ പില്ലോയിൽ കിടത്തി ഇതങ്ങ് മൂടിക്കൊടുത്ത് അതിനകത്ത് കിടക്കും. അത് കൊള്ളാം. ഒരുവിധം എല്ലാ വീടുകളിലും എല്ലാവരും ഇതിന്റെ ഒരു മെജോറിറ്റി ഓഫ് ഐറ്റംസ് കൊണ്ടായിരിക്കും ഹോസ്പിറ്റലിൽ പോകുന്നത്. ആരും ഒന്നും കട്ടിയുള്ള സാധനങ്ങളൊന്നും നാപ്പി ക്ലോത്ത് ഉണ്ടായിരുന്നല്ലോ, അത് ഊസിയുടെ സൈഡിലിരിക്കുന്നത്. അതിന്റെ അടിയിലായിപ്പോയി നാപ്പി ക്ലോത്ത്. അത് ഞാൻ പറഞ്ഞില്ല, നമ്മളൊക്കെ മിസ്സായി പോയി ആരും വിചാരിക്കേണ്ട. നമ്മളെല്ലാം കൊണ്ടുതന്നെ പോകുന്നേ നാപ്പി ക്ലോത്തും എല്ലാം. അത്യാവശ്യം ആ ബേബിക്ക് വന്നിറങ്ങുമ്പോ ഒരു ലക്ഷറി വൈബിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ വീട്ടിലെ എല്ലാവരേക്കാൾ പേടിയുള്ള ആളാണ് ഞാൻ. ഒരു എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, എന്നെ എത്ര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒത്തിരി പേർക്ക് അറിയായിരിക്കും. എനിക്കൊരു ഇഞ്ചക്ഷൻ എന്നെ അല്ല വേറൊരാളെ കുത്തുന്നത് പോലെ എനിക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിനൊരു എസ്കേപ്സ് എന്തായാലും ഇല്ല, പണ്ടേ അത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ മനസ്സിനോട് പറഞ്ഞ് പ്രിപ്പയർ ആക്കി റെഡിയാക്കി വെച്ചേക്കാണ്, കാരണം വേറെ വഴിയില്ല. അതിപ്പോ എന്റെ ഇടയിൽ ഇത് വന്നു. ഇത് ബേബി ബോഡി മിൽക്ക്, മറ്റേ മോയ്സ്ചറൈസർ പോലത്തെ സാധനം. നമ്മൾ എല്ലാം സെബാമായിട്ടാണ്, ഇത് എന്റെ പ്രൊമോഷൻ അല്ല, അല്ലാതെ വാങ്ങിച്ചപ്പോ വന്നതാണ്. ബേബി ഗ്രീൻ എടുത്തു, ഞാൻ ബ്ലൂ പിങ്കും എടുക്കാതെ ഗ്രീൻ എടുത്തു. ഓക്കെ, വളരെ റാൻഡം കളർ എടുത്തു, ഗ്രീൻ. ഓക്കെ, പൗഡർ പഫ്. എനിക്ക് പിങ്കായും ഇഷ്ടം, പോട്ടെ സാരില്ല. ഇതെന്താണത്? ഓ, ഇത് ഞാൻ ഇട്ട ഡ്രസ് സ്റ്റഫ്. ഓക്കെ, ഇത് ഭയങ്കര ഡ്രസ്. പക്ഷെ വൈ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക് ബോയ്സ് ക്ലോത്ത്സ്? ഇങ്ങനത്തെ ഡ്രസ്സിനൊക്കെ എപ്പോഴും ബോയ്സ് ലുക്കാ. ഇതൊരു ബോയ് വൈബുണ്ട്, കൊള്ളാം. ഇത് ഒരു കുട്ടിക്ക് ഒരു മാസം കഴിഞ്ഞാൽ ഇടാം.